27 നക്ഷത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 7 ശ്രേഷ്ഠമായിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടാണ് എന്ന് കരുതി ബാക്കി നക്ഷത്രങ്ങളൊന്നും മോശമാണെന്നും കൂടിയല്ല. ജ്യോതിഷപ്രകാരം പറയുന്ന 7 നക്ഷത്രങ്ങൾ മാത്രം. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതമായിരിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് ആത്മാർത്ഥമായിട്ട് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാറുമുണ്ട്. അതുകൊണ്ടാണ് 7 നാളുകൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. അല്ലാതെ മറ്റു നാളുകളൊന്നും മോശമായിട്ടല്ല. എല്ലാ നാളുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ 7 നാളുകൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകതയുള്ളതെന്നും ഏതൊക്കെ നാളുകളാണ് അങ്ങനെയുള്ളതെന്നും നോക്കാം. അതിലാദ്യ നാൾ അശ്വതി നാളാണ്. അശ്വതി നാൾ പൊതുവേ സഫർ ചെയ്യുന്ന നാളാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും വളരെ ദൈവീകമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ആളുകളാണ് അശ്വതി നാൾ. സാത്വികരായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് അശ്വതി നാൾ. അടുത്ത നാൾ ഭരണിയാണ്. വളരെ ശുദ്ധഹൃദയരായിട്ടുള്ള പാവ ആൾക്കാരാണ് ഭരണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്രയും നാൾ ജീവിച്ചത് അവർ വളരെ ധനികരായിട്ടായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളോടു കൂടിയും ജീവിച്ച ആളുകളായിരിക്കും. ഭഗവാന്റെ കടാക്ഷം എപ്പോഴുള്ള ആളുകളാണ് ഭരണി എന്ന് പറയുന്നത്. അടുത്തത് കാർത്തിക നാളാണ്. ഒരുപാട് ഈശ്വര അനുഗ്രഹമുള്ള നാളാണ് കാർത്തിക. പ്രത്യേകിച്ച് ദേവിയുടെ അനുഗ്രഹമുള്ള ആളുകളാണ് കാർത്തിക കീർത്തി കേൾപ്പിക്കും എന്നാണെങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. പക്ഷേ അവർ അത്യാവശ്യം നല്ല ഉന്നതിയിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ അത്യാവശ്യം ഉന്നതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കാർത്തിക നാൾ. മറ്റൊരു പ്രധാന നാളാണ് പുണർദം. ദൈവിക അനുഗ്രഹമുള്ള ശ്രേഷ്ഠമായ നാളാണ് പുണർദം. ശ്രീരാമൻ്റെ നാളാണ് പുണർദം. ഈ ഒരു പുണർദത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ ജനിച്ച നാൾ തൊട്ട് പല രീതിയിൽ സഫർ ചെയ്യും. അസുഖങ്ങളാണ് അവരെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ എല്ലാവരാലും സമ്മതം ഉള്ള ആളുകളായിരിക്കാം. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന പാവം ആളുകളാണ് കൂടുതലും പുണർദത്തിലുള്ളത്. ശ്രീരാമനെ പോലെ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുമെങ്കിലും വളരെ പുണ്യമായിട്ടുള്ള ജന്മമാണ് പുണർദംകാർക്കുള്ളത്. അടുത്ത നാൾ ആയില്യമാണ്. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരു നാളാണ്. പ്രത്യേകിച്ച് നാഗദൈവങ്ങളോടും മഹാദേവനോടും മഹാവിഷ്ണുവോടും ചേർന്ന് നിൽക്കുന്ന നാളാണ് ആയില്യം. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം പ്രത്യേക തരത്തിലുള്ള ഒരു ആളുകളാണിത്. നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്കും പല കാര്യങ്ങളും നടക്കാറുണ്ട്. അടുത്ത നാൾ അവിട്ടമാണ്. അവിട്ടം തവിടിലും നേടും എന്നൊരു ചൊല്ലുണ്ടെങ്കിൽ പോലും അവിട്ടംകാർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് എല്ലാം കെട്ടിപ്പടുക്കുന്ന ആളുകളാണ്. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാളാണ് അവിട്ടം എന്ന് പറയുന്നതും. ഏറ്റവും അവസാനത്തെ നാൾ രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നല്ല ജോലിയും വിദ്യാഭ്യാസവും നല്ല പദവിയോടും നല്ല പ്രൗഢിയോടും കൂടി ജീവിക്കുന്ന നല്ല ഉത്തമമായിട്ടുള്ളൊരു നാളാണ് രേവതി. ഞാൻ ആദ്യമേ പറഞ്ഞു ബാക്കി എല്ലാ നാളും മോശമാണെന്നല്ല. പക്ഷേ എടുത്തു പറയേണ്ട കുറച്ച് 7 നാളുകളെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നാൾ ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാളിനെക്കുറിച്ചിട്ടുള്ള പ്രത്യേകതകൾ അറിയണമെങ്കിലും കമൻറ്റ് ചെയ്യുക.